ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, ഫെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. ഫോൺ 0475 2273 634. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്തിക്കോട്, അഞ്ചൽ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ പന്തപ്ലാവ്. പ്രധാന വാർത്തകൾ. ശതാബ്ദി പിന്നിട്ട പിറവന്തൂർ മോഡൽ UP സ്കൂളിന് പുതിയ കെട്ടിടമായി. KB ഗണേഷ് കുമാർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർക്കെതിരെ ആഞ്ഞടിച്ച് KB ഗണേഷ് കുമാർ MLA. വികസന പ്രവർത്തനങ്ങൾക്ക് കളക്ടർ തുരങ്കം വയ്ക്കുന്നെന്നും വിമർശനം. പുനലൂർ ബാലൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കാവ്യോത്സവം സംഘടിപ്പിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ശതാബ്ദി പിന്നിട്ട പിറവന്തൂർ മോഡൽ UP സ്കൂളിന് പുതിയ കെട്ടിടമായി. ഉദ്ഘാടന ചടങ്ങ് നാട്ടുകാർ ആഘോഷമാക്കി. സ്ഥലപരിമിതിക്കുള്ളിൽ വീർപ്പുമുട്ടി 500ഓളം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയത്തിന് 1,20,00,000 രൂപ മുടക്കിയാണ് മികച്ച സൗകര്യങ്ങളുള്ള കെട്ടിടം നിർമ്മിച്ചത്. KB ഗണേഷ് കുമാർ MLAയുടെ വികസന ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് കെട്ടിടം പണിതീർത്തത്. കാലപ്പഴക്കം ചെന്ന ഓടിട്ട പഴയ കെട്ടിടത്തിലായിരുന്നു വിദ്യാലയം. പുതിയ സ്കൂൾ കെട്ടിടം എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിടം ഉദ്ഘാടനം നാട്ടുകാർ ആഘോഷമാക്കി. പിറവന്തൂർ ജംഗ്ഷനിൽ നിന്ന് MLAയും ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഘോഷയാത്രയും നടന്നു. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നോടിയായുള്ള നയനമനോഹരമായ ഘോഷയാത്ര ഇതാ ഈ രാജവീതിയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മേളത്തിന്റെ അകമ്പടിയോടുകൂടി നയനമനോഹരമായ മുത്തുക്കുടകളും വാദ്യമേളങ്ങളും കലാരൂപങ്ങളും അണിനിരുന്ന ഘോഷയാത്ര സ്കൂളിൽ സമാപിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വെടിക്കെട്ടുമൊക്കെയായി കെട്ടിടോദ്ഘാടനം നാടിന്റെ മഹോത്സവമായി. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നവീകരണമാണ് LDF സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് കെട്ടിടം നാടിന് സമർപ്പിച്ചുകൊണ്ട് KB ഗണേഷ് കുമാർ MLA പറഞ്ഞു. ഇടതുപക്ഷ
ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ നവീകരണത്തിന് വേണ്ടി വലിയ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്ന ഒരു കാലത്ത്, തീരെ പ്രതീക്ഷയ്ക്ക് വായില്ലായിരുന്ന ഒരു കാലത്ത് എന്റെ മക്കൾ സർക്കാരിന്റെ ഒരു സ്കൂളിൽ പഠിക്കട്ടെ, ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കട്ടെ എന്ന വിശ്വാസത്തോടുകൂടി ഇവിടുത്തെ അധ്യാപികമാരുള്ള വിശ്വാസത്തിൽ ഒരു സർക്കാർ സ്കൂളിലേക്ക് മക്കളെ അയച്ച ഈ സ്കൂളിലെ രക്ഷിതാക്കളെ ഞാൻ ഏറ്റവും അധികം ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ ഫണ്ട് നോക്കിയിരിക്കാതെ പഞ്ചായത്തുകൾ തനത് ഫണ്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫണ്ടുകളെ ഏകോപിപ്പിക്കാൻ സഹായിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ട് പഞ്ചായത്ത് വാർഡ് മെമ്പറുണ്ട്, ബ്ലോക്ക് മെമ്പറുണ്ട്. പഞ്ചായത്തിൽ നിന്നാണ് ഈ സ്കൂളിന് പൈസ കൊടുക്കേണ്ടത്. അത് ഞങ്ങളുടെ സൗകര്യം മൂലം കൊടുക്കുമെന്ന് പഞ്ചായത്ത് തീരുമാനിച്ചാൽ ഇത് നന്നാക്കാൻ പറ്റത്തില്ല. ഞാൻ മുൻപിൽ നിൽക്കാം, ഞാൻ MLA ഫണ്ട് ഇനിയും തരാം. നിങ്ങൾ പഞ്ചായത്തിന്റെ ഫണ്ടും ഒരുമിച്ച് ഒരു മേശപ്പുറത്ത് വയ്ക്കുമോ? PTA പ്രസിഡന്റ് P. അജികുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. സജീഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS. ശശികല, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ, M. അരവിന്ദാക്ഷൻ, K. A. ജയ, A. നജീബ് ഖാൻ, ലതാ സോമൻ, S. ചിത്രജ, V. സുഷമ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജില്ലാ കളക്ടർക്കെതിരെ ആഞ്ഞടിച്ച് KB ഗണേഷ് കുമാർ MLA. വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന പണിയാണ് കളക്ടർ ചെയ്യുന്നതെന്നും വിമർശനം. ഈ കളക്ടറുടെ ഈ ഇത്തരം ജനദ്രോഹ നടപടികൾക്കെതിരെ ഞാൻ MLA ഫണ്ട് നൽകാനുള്ള MLAയുടെ അവകാശത്തിൽ കൈകടത്തുന്ന ഇവരുടെ ശീലത്തിനെതിരെ ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഇന്നലെ പരാതി കൊടുത്തു കഴിഞ്ഞു. എഴുതി കൊടുത്തിരിക്കുക പരാതി. മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞിരിക്കുകയാണ്. പിറവന്തൂരിൽ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് MLA കളക്ടർക്കെതിരെ ആഞ്ഞടിച്ചത്. ജില്ലയിൽ കുടിവെള്ള വിതരണത്തിനായി 50 ലക്ഷം രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു പൈസ പോലും ചെലവഴിക്കാൻ കളക്ടർ സമ്മതിക്കുന്നില്ല. തഹസിൽദാർ നെട്ടോട്ടമോടുകയാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലകളിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കാൻ തഹസിൽദാർമാർ തയ്യാറായിട്ടും കളക്ടർ അനുവദിക്കുന്നില്ല. മേഴ്സിക്കുട്ടിയമ്മ വണ്ടിയിൽ ലോറിയിൽ കുടിവെള്ളം കൊടുക്കാൻ മേഴ്സിക്കുട്ടിയമ്മ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ MLAമാരും ഉദ്യോഗസ്ഥരും തീരുമാനിച്ചപ്പോൾ പറഞ്ഞു ടെൻഡർ വിളിച്ചില്ല എന്ന് പറഞ്ഞു. ശരി, ടെൻഡർ വിളിച്ചോളാൻ പറഞ്ഞു. ഇതെന്നാ പറയുന്നത്? 24-ാം തീയതി, കഴിഞ്ഞ മാസം 24-ാം തീയതി. അപ്പൊ പറഞ്ഞു ടെൻഡർ വിളിച്ചു, എന്ന് കൊടുക്കാന്ന് ചോദിച്ചു. മേഴ്സിക്കുട്ടിയമ്മയോട് പറഞ്ഞു 5-ാം തീയതി കൊടുക്കാന്ന്. ഇന്ന് 15-ആയി. വെള്ളം കൊടുക്കാൻ തഹസിൽദാർക്ക് ഉത്തരവ് ഈ സ്ത്രീ കൊടുക്കത്തില്ല. ഞാൻ ഇന്നലെ മെനഞ്ഞാന്ന് മന്ത്രിയെ വിളിച്ചു. ഇന്നലെ മന്ത്രിയെ നേരിട്ട് കണ്ടു. കുടിവെള്ളം തഹസിൽദാരന്മാർ കൊടുക്കാൻ വേണ്ടി ടെൻഡർ വിളിച്ച് ലോവസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ പൈസയും വന്നിട്ടുണ്ട്, സർക്കാർ പൈസയും കൊടുത്തിട്ടുണ്ട്. ഈ സ്ത്രീ ഉത്തരവ് കൊടുക്കാൻ 50 ലക്ഷം രൂപ ലോറിയിൽ കുടിവെള്ളം കൊടുക്കാൻ സർക്കാർ എത്തിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ. അത് കൊടുക്കത്തില്ല. ഓരോ ന്യായം പറഞ്ഞു വെച്ചോണ്ടിരിക്കുക. വിവിധ പദ്ധതികൾക്കായി MLA ഫണ്ട് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വരെ ഇവർ ഇടങ്കോലിടുന്നു. 38 ലക്ഷത്തിന്റെ ഹൈമാസ്റ്റ് ലൈറ്റ് പദ്ധതി ഇവർ കാരണം മുടങ്ങിക്കിടക്കുന്നു. 38 ലക്ഷം രൂപയ്ക്ക് ഹൈമാക്സ് ലൈറ്റ് അനുവദിച്ചു ഈ നിയമമണ്ഡലത്തിൽ. ആ സ്ത്രീയുടെ ഒരൊറ്റ പ്രവർത്തനം കാരണം, അവരുടെ കഴിവുകേടുകൊണ്ട് മാത്രം അത് എങ്ങും പിടിപ്പിക്കാൻ പറ്റാതെ എങ്ങും എത്താടക്കാണ്. ഇതിവിടെ മാത്രം അംഗീകരിക്കരുത്. ഐഷ പോറ്റി അടക്കം കൊല്ലം ജില്ലയിലെ എല്ലാ MLAമാരുടെയും പരാതി ഇത് തന്നെയാണ്. മന്ത്രി പറഞ്ഞിട്ട് പോലും ഫയലിൽ ഒപ്പിടുന്നില്ല. ഇവർ കൊണ്ടുവരുന്ന മണ്ടൻ പരിഷ്കാരങ്ങൾ ജനത്തെ വലയ്ക്കുകയാണ്. പണമുണ്ട്, തീരുമാനവുമുണ്ട്, എന്നാൽ ഒരു കളക്ടർ കാരണം കാര്യമൊന്നും നടക്കുന്നില്ല എന്നതാണ് സ്ഥിതി. ഇത് തന്റെ മാത്രം കാര്യമല്ലെന്നും മറ്റ് MLAമാരുടെയും അവസ്ഥ ഇതുതന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥർ ഇങ്ങനെ പെരുമാറിയാൽ എന്തു ചെയ്യും? തനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമാണ്. താൻ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന ആളാണെന്നും കളക്ടറെ മാറ്റാതെ ജില്ല ഗുണം പിടിക്കാൻ പോകുന്നില്ലെന്നും ഗണേഷ് കുമാർ തുറന്നടിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെ നേരിട്ട് കണ്ടു പറഞ്ഞു, ഈ കളക്ടറെ മാറ്റാതെ കൊല്ലം ജില്ലയിൽ ഗുണം പിടിക്കത്തില്ല എന്ന് മുഖത്ത് നോക്കി അദ്ദേഹത്തെ നിയമസഭ വെച്ച് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു. ഈ സ്ത്രീ ഏതാണ്ടൊക്കെ മണ്ടം പരിഷ്കാരം കൊണ്ടുവന്നിട്ട് ഇപ്പൊ ആർക്കും ഇല്ലാതായി. എല്ലാ MLAമാരും ഓട്ടം പിടിച്ചിരുന്നു. എല്ലാവർക്കും പരാതിയാണ്. പിന്നെ എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയായിട്ട് ഞാനും പരാതി. എന്റെ കൂടെ നിങ്ങളുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം വെട്ടി തുറന്നു പറയുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ വിളക്കുവെട്ടം ഗവൺമെന്റ് LP സ്കൂളിൽ പുനലൂർ ബാലൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കാവ്യോത്സവം സംഘടിപ്പിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2-നാണ് കാവ്യോത്സവം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പ്രമുഖ കവികൾ പങ്കെടുത്ത സാംസ്കാരിക സമ്മേളനവും കാവ്യാർച്ചനയും നടത്തി. കാവ്യസംഗമത്തിൽ പങ്കെടുത്ത് മത്സരിച്ച് വിജയിക്കുന്നവർക്ക് മാർച്ച് 19-ന് ഉച്ചകഴിഞ്ഞ് 3-ന് പുനലൂർ സ്വയംവര ഹാളിൽ നടക്കുന്ന കേരള ഫോക്കസിന്റെ വാർഷിക സമ്മേളനത്തിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. സുഭാഷ് ജി നാഥിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പുനലൂർ ബാലൻ ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ കുട്ടികളല്ലേ, അന്നത്തെ കുട്ടികളുടെ മുഖപ്രസാദമല്ല ഇന്ന് ഇപ്പോൾ ഈ സ്കൂളിൽ വരുന്നത്. ഒരു കാര്യം മാത്രം, വയലാർ രാമവർമ്മ കുട്ടികളെ കുറിച്ച്, വയലാർ രാമവർമ്മയുടെ ഒരു കവിത കുട്ടികളെ കുറിച്ച് വളരെ പ്രസക്തമാണെന്നുള്ളത് കൊണ്ട് ആ കവിതയാണ് ഞാനിവിടെ വന്നപ്പോൾ യാദൃശ്യമായി എഴുതാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എഴുതിയത്.
ഇന്ദ്രനീലം കൊണ്ട് മാനത്ത് തീർത്തൊരു ഗന്ധർവരാജാങ്കണത്തിൽ അപ്സര കന്യകൾ പെറ്റുവളർത്തിയ ചിത്രശലഭങ്ങൾ നിങ്ങൾ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഒരു കാവ്യാത്മകമായി പറഞ്ഞാൽ 700 വർണ്ണങ്ങളാലെത്ര 700 വർണ്ണങ്ങളല്ലാത്ത അതിൽ കൂടുതലുള്ള ആ വർണ്ണങ്ങളാൽ ഒരു മായിക പ്രപഞ്ചമാണ് സത്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതിരൂപമായ കുട്ടികൾ സൃഷ്ടിക്കുന്നത്. ഫൗണ്ടേഷൻ സെക്രട്ടറി വി വിഷ്ണുദേവ്, PTA പ്രസിഡന്റ് PR പ്രദോഷ്, G ബാലകൃഷ്ണൻ, N ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. കാവ്യസംഗമത്തിൽ ബൃന്ദ, S അരുണഗിരി, അമീർ പനവേലി, അജിത കുരുവിക്കോണം, ഇടമുളയ്ക്കൽ ബാലകൃഷ്ണൻ, കോട്ടയം ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ പദവിയിലേക്ക് പ്രഖ്യാപനം KB ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളും സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്താക്കുന്നതിന്റെ മുന്നോടിയായി ഈ രംഗത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പത്തനാപുരം ഗ്രാമപഞ്ചായത്തിനെ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്തായി തെരഞ്ഞെടുക്കുന്നു. സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്ത് പ്രഖ്യാപനം കല്ലിങ്കടവ് മംഗല്യ ഓഡിറ്റോറിയത്തിൽ KB ഗണേഷ് കുമാർ MLA നിർവഹിച്ചു. നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഭക്ഷണമാണ്, വെള്ളമാണ് ഇതിലെ അപകടകാരി എന്ന് പറയുന്നത്. നമ്മുടെ താലൂക്ക് രൂപീകരിച്ച ശേഷം ഏറ്റവും ആദ്യം ആരംഭിച്ച ഓഫീസ് ഈ ഭക്ഷ്യസുരക്ഷാ ഓഫീസാണ്. പക്ഷെ അവർക്ക് ശക്തമായ നിലയിൽ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായാലും ഇപ്പൊ അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു ഉണർവ് പകർന്നുകൊണ്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത്. ഇനിയുള്ള നാളുകളിൽ നമ്മുടെ പഞ്ചായത്തിനെ ഭക്ഷ്യസുരക്ഷാ പഞ്ചായത്ത്, ഒന്നാം പഞ്ചായത്തിനെ ഒരു മാതൃകാ പഞ്ചായത്താക്കി മാറ്റാൻ തീരുമാനിക്കുമ്പോൾ ആരോഗ്യ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന ഭക്ഷണശാലകളല്ല, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഭക്ഷണശാലകളാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടതെന്ന് KB ഗണേഷ് കുമാർ MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ കൈ തൊടാതെ നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ നാട്ടിലുള്ള സ്ത്രീ സഹോദരിമാര് ഒരു 4-5 പേര് ജോലി ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ കോസ്റ്റ്, എവിടെയാണോ വില കുറച്ച് നല്ല സാധനം കിട്ടുന്നത് അത് നമ്മൾ നേരിട്ട് വാങ്ങും. എങ്ങനെയാണ് വില കുറച്ച് കൊടുക്കുന്നത് നിങ്ങൾ ആലോചിക്കും. വാങ്ങും. പാക്കിങ്ങിനുള്ള മെറ്റീരിയലും അവർ നിർദ്ദേശിക്കുന്ന സാധനമാണ്. എല്ലാ ആഴ്ചയും ഈ കിച്ചൺ ഇതിന്റെ പരിസരവും ഫുഡ് സേഫ്റ്റി അതോറിറ്റി വകുപ്പ് പരിശോധിക്കും. നല്ല പച്ചക്കറി, നല്ല ഭക്ഷണ സാധനം ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് നേരിട്ട് മധ്യസ്ഥരില്ലാതെ കൊണ്ടുവന്ന് ഏറ്റവും ചെലവ് കുറച്ച് ഇതിനെ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ അത് നിങ്ങളെ കയ്യിലെത്തും. പഞ്ചായത്ത് മെമ്പർമാരോട് ഞാൻ വളരെ പറയാം, നിങ്ങളെല്ലാം വാങ്ങിച്ചു കഴിയും. ഇത് സൗജന്യമായിട്ട് കൊടുത്താൽ പിച്ചക്കാർക്ക് കൊടുക്കുന്നതാണ് വിചാരിക്കാൻ. സൗജന്യത്തിനുള്ള വിലയില്ല. നിങ്ങൾ വളരെ അളവിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 30 രൂപയ്ക്ക് സാധനം കിട്ടിയാൽ വൃത്തിയോടെ വാങ്ങിച്ച് എവിടെ വെച്ചും കഴിക്കാവുന്ന തരത്തിലാണ് വരാൻ പോകുന്നത്. ഇത് വിതരണം ചെയ്യുന്ന സംവിധാനം സന്നദ്ധ സേവകരെ ഉപയോഗിച്ചാണ്, കാശമാക്കിയിട്ടല്ല. ഭക്ഷ്യസുരക്ഷാ ലൈസൻസിന്റെ വിതരണ ഉദ്ഘാടനവും KB ഗണേഷ് കുമാർ MLA നിർവഹിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H നജീബ് മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സുരക്ഷിത ആഹാരം ആരോഗ്യത്തിന് ആധാരം എന്ന വിഷയത്തിൽ കില ഫാക്കൽറ്റി കരീപ്ര N രാജേന്ദ്രൻ വിഷയാവതരണം നടത്തി. കൊല്ലം ഫുഡ് സേഫ്റ്റി കമ്മീഷണർ അജിത് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം H റിയാസ് മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് J നിഷ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാജേന്ദ്രൻ നായർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ഷാജഹാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SM ഷെരീഫ്, കല്ലിങ്കടവ് വാർഡ് മെമ്പർ KC മണി, ടൗൺ വാർഡ് മെമ്പർ ഷൌബീല ഷാജഹാൻ, ഫുഡ് സേഫ്റ്റി ഓഫീസർ PA അസീസ് എന്നിവർ സംസാരിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ പദവിയിലേക്ക് ഉയരുന്നതിന്റെ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഭക്ഷ്യസുരക്ഷാ വിളംബര റാലിയും നടന്നു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ജനപ്രതിനിധികളും വ്യാപാരി വ്യവസായി പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും അടക്കം 100 കണക്കിന് ആളുകൾ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. Qualified teachers, well-equipped library and labs,
smart class, kids section and extracurricular activities. Hi, my name is Stephen. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. Pushpagiril Central School, Idaman 34. Managed by Pushpagiril Educational and Charitable Trust. City Aluminium Traders, Chemandur, Punalur. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ് പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 357 9745 201088. പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കച്ചാറിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസും. പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗുഡ്സ്. വിവിധയിനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. കിച്ചൺ കബോർഡ് ആക്സസറീസ്. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205 9946977578. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ബാങ്കുകൾ എല്ലാ ഇടപാടുകൾക്കും പിഴ ഈടാക്കുമ്പോൾ തികച്ചും സൗജന്യമായി സേവനം നടത്തുകയാണ് പോസ്റ്റ് ഓഫീസിന്റെ സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകൾ. ATM-ന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച പുനലൂരിൽ നടക്കും. ചാർജും കൂടാതെ പരിധിയില്ലാത്ത ഇടപാടുകൾ വാഗ്ദാനം ചെയ്യുന്ന പോസ്റ്റൽ ATM-കൾക്ക് ജനപ്രീതിയേറുന്നു. ഉപഭോക്താക്കളുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടതോടെ ATM കാർഡ് സ്വന്തമാക്കാനായി മാത്രം പുനലൂർ പോസ്റ്റ് ഓഫീസ് ഒരുങ്ങുന്നു. മാർച്ച് 17 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതലാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ലഭിക്കുന്ന 500 അപേക്ഷകൾക്കാണ് ഇപ്പോൾ ATM കാർഡ് ലഭിക്കുന്നത്. വെറും 50 രൂപ മുടക്കി ആധാർ കാർഡിന്റെ കോപ്പിയും 2 ഫോട്ടോയുമായി പുനലൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലെത്തിയാൽ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. പോസ്റ്റൽ ATM കൗണ്ടർ കൂടാതെ ഏതു ബാങ്കിന്റെയും ATM കൗണ്ടറിൽ നിന്നും തുക പിൻവലിക്കാൻ സാധിക്കും. സർവീസ് ചാർജോ പിഴയോ മറഞ്ഞിരിക്കുന്ന ചിലവുകളോ ഇതിനില്ല. ഇന്ത്യയിൽ എവിടെയുമുള്ള പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും തുക നിക്ഷേപിക്കാനും പിൻവലിക്കാനുമുള്ള സൗകര്യവുമുണ്ട്. ഹോം ബ്രാഞ്ച് മാറി നിക്ഷേപിക്കുന്നതിനും പ്രത്യേക ചാർജോ പരിധിയോ ഇല്ല എന്നതും പ്രധാന പ്രത്യേകതയാണ്. ATM കാർഡിന് വാർഷിക ഫീസ് ഇല്ല. സൗജന്യ SMS സർവീസ്, പരിധിയില്ലാത്ത ATM ഇടപാടുകൾ, 2ാം ശനി ഉൾപ്പെടെ ആഴ്ചയിൽ 6 ദിവസങ്ങളും പ്രവൃത്തി ദിനങ്ങൾ തുടങ്ങിയവയും പോസ്റ്റൽ അക്കൗണ്ടുകളെ വേറിട്ടു നിർത്തുന്നു. 12 രൂപ അടച്ച് ഭാരത സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി രൂപം കൊണ്ട 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ ഗുണഭോക്താവാകാനുള്ള അവസരവും ഈ മേളയിലൂടെ എല്ലാവർക്കും ലഭിക്കുന്നു. ബാങ്കുകൾ പെട്ടെന്ന് കൂട്ടിയ നിരക്ക് വർധനവുകളിൽ ജനങ്ങൾക്ക് ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് പോസ്റ്റ് ഓഫീസിന്റെ ഈ ജനപ്രിയ പദ്ധതി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
ഇടമൺ സെന്റ് ജോസഫ് ലത്തീൻ കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ യൗസോപിതാവിന്റെ പാതുകാവൽ തിരുനാളിന് തുടക്കമായി. തിരുനാൾ 19-ന് സമാപിക്കും. ഇടവക വികാരി ഫാദർ PJ തോമസ് തിരുനാൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചതോടെയാണ് തിരുനാൾ ആരംഭിച്ചത്. പുനലൂർ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൻസെന്റ് ഡിക്രൂസ് ദിവ്യബലി അർപ്പിച്ചു. 17-ന് വൈകുന്നേരം 4:30-ന് കുരിശിന്റെ വഴി, നൊവേന, ദിവ്യബലി, കാഴ്ചവെപ്പ് എന്നിവ നടക്കും. ഫാദർ ഹെൻസിൽ ധ്യാനത്തിന് നേതൃത്വം നൽകും. 18-ന് വൈകുന്നേരം 5-ന് ദിവ്യബലിക്ക് ഫാദർ ജോസഫ് സോണി കാർമ്മികത്വം വഹിക്കും. തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ തിരുനാൾ പ്രദർശനവും ഉണ്ടായിരിക്കും. സമാപന ദിവസമായ 19-ന് രാവിലെ 9:30-ന് ആഘോഷമായ തിരുനാൾ സമൂഹ ബലിക്ക് ഫാദർ സെബാസ്റ്റ്യൻ ബാസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇടവക കൂട്ടായ്മ, ദിവ്യകാരുണ്യ, ആശീർവാദം എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ടിപ്പർ ലോറി, മിനി ലോറി തുടങ്ങിയവയുടെ ഉടമസ്ഥരും ഡ്രൈവർമാരും ചേർന്ന് പുതിയ സംഘടന രൂപീകരിച്ചു. തൊഴിലാളികളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയത്. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ വില നിലവാരം ഏകീകരിക്കുക, തൊഴിൽ മേഖലയിലെ അനിശ്ചിതത്വം പരിഹരിക്കുക, പ്രാദേശികവാദം ഇല്ലാതാക്കുക, തൊഴിലാളികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നീ പ്രധാന ആവശ്യങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടന രൂപീകരിക്കുന്നത് എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വൻകിട കർഷകർക്കും വൻകിട കോറികൾക്കും മാത്രം പ്രവർത്തനാനുമതി സർക്കാരിന് നൽകുന്നതിന്റെ ഭാഗമായി ഈ മേഖലയിലുള്ള ചെറുകിട കോറികളും കൃഷികളും എല്ലാം തന്നെ സ്തംഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ആയതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള വാഹനങ്ങൾ മറ്റ് മേഖലകളിലേക്ക് ലോഡ് കയറ്റുന്നതിനായി ചെല്ലുമ്പോൾ ആ പ്രദേശത്തുള്ള വാഹന ഉടമകളും തൊഴിലാളികളും കോറി ഉടമകളും കർഷകരും എല്ലാം ചേർന്നുകൊണ്ട് തന്നെ ഒരു രണ്ടാം തരത്തിലുള്ള പൗരന്മാരെന്ന നിലയിലാണ് ഈ തൊഴിലാളികളോട് പെരുമാറുന്നത്. സംഘടനയുടെ ഉദ്ഘാടനം 16-ന് വൈകുന്നേരം 5-ന് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചലിൽ റേഷൻ സാധനങ്ങൾ ഇറക്കുന്നതിന്റെ കൂലിയെ ചൊല്ലി തർക്കം. ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുന്നത് ഏറെ നേരം തടസ്സപ്പെട്ടു. അഞ്ചൽ 168-ാം നമ്പർ റേഷൻ ഡിപ്പോയിലെത്തിയ ഭക്ഷ്യധാന്യമാണ് വാഹനത്തിൽ നിന്നും ഇറക്കുന്നതിനുള്ള കൂലിയെ ചൊല്ലി തർക്കം നേരിട്ടതിനാൽ ഇറക്കാൻ താമസം നേരിട്ടത്. 50 കിലോഗ്രാം ഭാരമുള്ള ധാന്യക്കിറ്റ് വാഹനത്തിൽ നിന്നും ഇറക്കി ഡിപ്പോയിൽ അട്ടിവയ്ക്കുന്നതിന് 5 രൂപയാണ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചിരിക്കുന്ന കൂലി. എന്നാൽ 9.5 രൂപ ക്രമത്തിലുള്ള കൂലി വേണമെന്ന ആവശ്യത്തിൽ തൊഴിലാളികൾ ഉറച്ചുനിന്നതോടെ ധാന്യമിറക്കൽ ഏറെ നേരം തടസ്സപ്പെട്ടു. മാത്രമല്ല, വാഹനത്തിൽ കൊണ്ടുവന്ന സാധനങ്ങളുടെ അളവിനെക്കുറിച്ച് ലൈസൻസി സംശയം പ്രകടിപ്പിച്ചതിനാൽ മറ്റൊരു ത്രാസ് കൊണ്ടുവന്ന സാധനങ്ങൾ തൂക്കി ബോധ്യപ്പെട്ടതിനു ശേഷമാണ് സാധനങ്ങൾ ഇറക്കി വച്ചത്. ഡിപ്പോ ലൈസൻസിയും താലൂക്ക് സപ്ലൈ ഓഫീസറും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശതാബ്ദി പിന്നിട്ട പിറവന്തൂർ മോഡൽ UP സ്കൂളിന് പുതിയ കെട്ടിടമായി. KB ഗണേഷ് കുമാർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർക്കെതിരെ ആഞ്ഞടിച്ച് KB ഗണേഷ് കുമാർ MLA. വികസന പ്രവർത്തനങ്ങൾക്ക് കളക്ടർ തുരങ്കം വയ്ക്കുന്നെന്നും വിമർശനം. പുനലൂർ ബാലൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കാവ്യോത്സവം സംഘടിപ്പിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ livevarta.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.
916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. 2 മാസത്തിന് മുമ്പാണ് ഈ സോറിയാസിസ് അറിയുന്നത്. 6 മാസത്തിന് മുമ്പ് ഇത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞു വരുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് ഗൾഫിലായിരുന്നു. ഗൾഫിൽ വെച്ച് അവിടെ ആൽനൂർ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും ഗുളികയും മരുന്നും ക്രീമും അതും ഇതെല്ലാം 19,000 രൂപ അങ്ങനെ അവിടെ ചിലവായി. ശരീരം മൊത്തം പൊങ്ങി പുറകുറുത്ത് നാശമായി, നീരും കൊണ്ട് കിടക്കാനും വയ്യ, ആന്തർഭാഗം മൊത്തം കയറി വീർത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട്ടുകാർ നേഴ്സ് പറഞ്ഞ് സോറിയാസിൻ്റെ. അങ്ങനെ പെട്ടെന്ന് കയറി വന്നാണ് ഈ ഡോക്ടറെ കണ്ട് ഇപ്പം 45 ദിവസം കൊണ്ട് പരിപൂർണ സുഖമായി. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. ഫോൺ 0475-235-4777. KCB ഓഫീസിന് സമീപം, ഷാലിമാർ ബിൽഡിംഗ്, കരുനാഗപ്പള്ളി. ഫോൺ 8086837777. ഇന്ത്യയിലും വിദേശത്തും ധാരാളം തൊഴിലവസരങ്ങളുള്ള ആയുർവേദ പഞ്ചകർമ്മ നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, പത്തനാപുരം, കരുനാഗപ്പള്ളി.